ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ ജെനി ഫ്രം ഡിസാസ് ക്ലിനിക്. ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ജോ ലൈൻ റീഷേപ്പിങ്ങിനെ പറ്റിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നില്ല നല്ല ഷേപ്പുള്ള ഒരു ജോ ലൈൻ അല്ലേ. നമുക്ക് എപ്പോഴാണ് ഈ ജോ ലൈൻ്റെ ഷേപ്പ് പോകാനാകുന്നത്? ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഫാറ്റ് താഴത്തേക്ക് ഡിസെൻഡ് ചെയ്ത് നമ്മുടെ ഷേപ്പ് നമുക്ക് പോകുന്നു, നമുക്ക് ഡബിൾ ചിൻ വരുന്നു. ഒന്ന് ഏജിങ്ങിന്റെ ഭാഗം, രണ്ടാമതായി യങ് ആംഗിൾക്ക് അവരുടെ ചിഹ്ന് വളരെ ചെറുതാണ്, മൈക്രോ ഫാറ്റ് എന്ന് പറയും. വളരെ ചെറിയ ചിഹ്നമുള്ളവർക്ക് ഈ ജോ ലൈനിന് ചിലപ്പോൾ ഷേപ്പ് ഉണ്ടാവില്ല. ഇത് മൊത്തം സ്കിന്ന് ഫാറ്റ് കൊണ്ട് താഴോട്ട് തൂങ്ങിക്കിടക്കും. അതുപോലെ ചിലർക്ക് ഫേസ് ഓവർ ഫാറ്റ് ഉള്ളവർക്കും ഈ ജോ ലൈനിന്റെ ഷേപ്പ് അത്ര ഡിഫൈൻഡ് ആയിട്ട് തോന്നില്ല. അപ്പൊ നമുക്ക് അതിന് ഇപ്പൊ ഇഷ്ടംപോലെ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. കൂടുതൽ അഡ്വാൻസ് ഇപ്പോൾ ഒരു വളരെയധികം സാലറി ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഫേസ് ലിഫ്റ്റ് സർജറി വേണ്ടി. അല്ലാണ്ടുള്ളവർക്ക് നമുക്കിപ്പോൾ ഫില്ലേഴ്സ്, ത്രെഡ്സ്, ഈ ട്രീറ്റ്മെന്റ് മാത്രമല്ല സ്കിൻ ടൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ലൈക്ക് ഹൈഫു, MNRF, പിന്നെ ഇവിടെയുള്ള ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് ഈ ക്രയോലിപ്പോളിസിസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ലൈപ്പോളിസിസ് വഴി നമുക്ക് ഫാറ്റ് കുറയ്ക്കാം. അതുപോലെ ഹൈഫു ആൻഡ് MNRF വെച്ച് നമുക്ക് ജോ ലൈൻ ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്കിപ്പോൾ പുതിയ തരം ത്രെഡ്സ് ഉണ്ട്, ഡബിൾ ആം ത്രെഡ്സ്. ഈ ത്രെഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ ജോ ലൈനിന്റെ ഷേപ്പ് നമുക്ക് പിന്നെയും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഫില്ലേഴ്സ് വെച്ച് നമ്മളിപ്പോൾ ചിഹ്നം വളരെ ചെറിയ ചിഹ്നമുള്ളവർക്ക് അവരുടെ ചിഹ്നം നമുക്ക് ഫില്ലേഴ്സ് വെച്ച് ലെങ്തൻ ചെയ്യാം, നോൺ സർജിക്കൽ. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതൊരു ഓഫീസ് പ്രൊസീജിയർ പോലെ നിങ്ങൾക്ക് ജസ്റ്റ് വന്ന് ചെയ്തിട്ട് പോകും. അതിന് റെസ്റ്റോ സർജറി പോലത്തെ വേറെ ഡൗൺ ടൈമോ വേറെ അങ്ങനത്തെ ഒന്നും നമുക്ക് ആഫ്റ്റർ കെയർ ആവശ്യമില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ഇമീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫില്ലേഴ്സ് വെച്ച് നമുക്ക് ചിഹ്നം റീഷേപ്പ് ചെയ്യാം, നമുക്ക് ജോ ലൈൻ, നമ്മുടെ ആംഗിൾ ഓഫ് ജോ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക ഓരോ പേഷ്യന്റ് ഇവാലുവേഷൻ ചെയ്തിട്ട് അവരുടെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കിയിട്ട് അത് നമുക്ക് ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ്, നമ്മൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും നല്ലൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു.